വാസ്തവത്തിൽ ട്രംപ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ലോകാരോഗ്യ സംഘടനയോടുള്ള നിലപാടടക്കം പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും ട്രംപ് അമേരിക്കക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ട്രംപിന്റെ ജോലി അതല്ലേ? ട്രംപിനെ അമേരിക്കക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അമേരിക്കൻ പൗരന്മാരുടെ നിയമപരമായി അമേരിക്കയിൽ എത്തിയിരിക്കുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഈ ജന്മാവകാശത്തിന്റെ കാര്യം മാത്രം എടുക്കുക, അതിൽ എന്ത് നീതിയാണുള്ളത്? അമേരിക്കയിൽ ആര് ജനിച്ചാലും ഡിപ്ലോമാറ്റുകൾ ഒഴികെ അവർക്ക് അമേരിക്കൻ പൗരത്വം കിട്ടും. അവൻ അനധികൃതമായി കടൽ കടന്നോ ബോട്ടിലൂടെയോ വിമാനത്തിന്റെ വീലിൽ തൂങ്ങി എത്തിയതാണെങ്കിലും അവിടെ വന്ന് ഒരു കുഞ്ഞ് ജനിച്ചാൽ പൗരത്വം കിട്ടും. അവിടെ വിസിറ്റിംഗ് വിസയിലെത്തിയാൽ, സ്റ്റുഡന്റ് വിസയിലെത്തിയാൽ, കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവർക്ക് പൗരത്വം കിട്ടും. ഇത് മുതലെടുക്കാൻ പലരും ചെയ്യുന്നു. അനധികൃതമായി എത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് മെക്സിക്കൻ അതിർത്തി വഴി. കൂടാതെയാണ് ഇന്ത്യക്കാർ അടക്കമുള്ളവർ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലെ സമ്പന്നർ പ്രസവിച്ച് അമേരിക്കൻ പൗരത്വം എടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി അവിടെ എത്തും. അത് നിർത്തണം എന്ന ട്രംപിന്റെ ആഗ്രഹത്തെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ട്രംപ് തീരുമാനമെടുത്തതും നടപ്പിലാക്കാൻ ശ്രമിച്ചതും നിയമപരമായ വഴിയിലൂടെ അല്ല എന്നത് തീർച്ചയായും ഗൗരവമുള്ള വിഷയമാണ്. കാരണം അമേരിക്കൻ ഭരണഘടനയുടെ 14ാമത്തെ ഭേദഗതിയിലൂടെ ഉറപ്പാക്കിയ ഒരു അവകാശമാണ്. അപ്പോൾ ട്രംപ് ചെയ്യേണ്ടത് ഭരണഘടന പരിഷ്കരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ട്രംപ് അത് ചെയ്ത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി. അതുകൊണ്ടാണ് ഫെഡറൽ ജഡ്ജ് അത് സ്റ്റേ ചെയ്തു. ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും ജഡ്ജ് പറഞ്ഞു. നിരോധിക്കപ്പെടുമായിരിക്കും, സാധിക്കില്ലായിരിക്കും, എല്ലാ സംസ്ഥാനങ്ങളും എതിരാണ്. അതിന്റെ സാങ്കേതിക വശം അവിടെ നിൽക്കട്ടെ. പക്ഷേ ട്രംപ് ഉയർത്തിയ വാദം തെറ്റാണെന്ന് പറയാൻ നമുക്ക് എങ്ങനെ കഴിയും?